നിപ സംശയിച്ച 15-കാരന് ചെള്ളുപനി സ്ഥിരീകരിച്ചു. മലപ്പുറം പെരിന്തൽമണ്ണയിലെ ആശുപത്രിയിൽ നയിച്ച പരിശോധനയിലാണ് ഫലം പോസിറ്റീവായത്. ഷഹദ് റഹ്മാൻ ചേരുന്നുണ്ട്. ഷഹദ്, നിപ ആശങ്ക തള്ളിക്കളയാമെന്നാണോ? അങ്ങനെ നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ പറയാൻ സാധിക്കില്ല. കാരണം ഈ രണ്ടിൻ്റെയും രോഗലക്ഷണങ്ങളൊക്കെ സമാനമാണ്. പക്ഷേ പരിശോധനാ ഫലം അന്തിമമായിട്ട് വരിക വൈകിട്ടോടു കൂടിയാണ്. ആ പരിശോധനാ ഫലം വന്നതിന് ശേഷം മാത്രമേ ഇത് സംബന്ധിച്ച ഒരു അന്തിമ തീരുമാനം കൈക്കൊള്ളാനാവുകയുള്ളൂ. ആരോഗ്യവകുപ്പ് എന്തായാലും ഈ നിപ പ്രതിരോധ പ്രവർത്തനങ്ങളിലേക്ക് കടന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. അല്പസമയം മുൻപ് ഈ DMOയുടെ നേതൃത്വത്തിൽ ഇവിടെ യോഗം ചേർന്നിട്ടുണ്ടായിരുന്നു. പാണ്ടിക്കാട് പ്രാഥമിക കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ യോഗം ചേർന്നിട്ടുണ്ടായിരുന്നു. ഈ നിപ സംശയിക്കുന്ന പശ്ചാത്തലത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കാനുള്ള നിർദ്ദേശം ഇവിടെയുള്ള ഉദ്യോഗസ്ഥർക്ക് നൽകിയിട്ടുണ്ട്, ആരോഗ്യ പ്രവർത്തകർക്ക് നൽകിയിട്ടുണ്ട്. അതനുസരിച്ചുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അല്പസമയം മുൻപ് മലപ്പുറം കളക്ടറേറ്റിൽ DMOയുടെയും അതുപോലെ തന്നെ കളക്ടറുടെയും ഒപ്പം തന്നെ ആരോഗ്യമന്ത്രിയുടെയും നേതൃത്വത്തിൽ യോഗം ചേർന്നിട്ടുണ്ടായിരുന്നു. ഓൺലൈനായിട്ടാണ് ഈ യോഗം ചേർന്നിട്ടുണ്ടായിരുന്നത്. ഇതിൽ സ്ഥിതിഗതികൾ വിലയിരുത്തിയിട്ടുണ്ട്. വൈകിട്ടോടുകൂടി ആരോഗ്യമന്ത്രി വീണ ജോർജ് ജില്ലയിലേക്ക് എത്തും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വൈകിട്ട് കളക്ടറേറ്റിൽ ഇതുമായി ബന്ധപ്പെട്ട കൂടിയാലോചനകൾ ഉണ്ടാകും. തുടർന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് മാധ്യമങ്ങളെ കണ്ട് ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വിശദീകരിക്കും എന്നുള്ളൊരു കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനിടയിലാണ് ഇപ്പോൾ ഈ ചെള്ളുപണിയുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനാ ഫലം കൂടി പുറത്തു വരുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഇതുമായി ബന്ധപ്പെട്ട അതായത് ആദ്യം ഈ സ്ഥലത്ത് കുട്ടിയെ പ്രവേശിപ്പിച്ച ആശുപത്രിയിൽ നിന്ന് ഇത്തരത്തിൽ പരിശോധിക്കാനായിട്ട് ഈ സാമ്പിൾ അയച്ചിട്ടുണ്ടായിരുന്നത്. ആ പരിശോധനാ ഫലം അല്പസമയം മുമ്പ് പുറത്തു വന്നു. കൊച്ചിയിലുള്ള ലാബിൽ നിന്നാണ് ഈ പരിശോധനാ ഫലം പുറത്തു വന്നിട്ടുള്ളത്. അതിൽ ചെള്ളുപനി സ്ഥിരീകരിച്ചതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ അപ്പോഴും നിപ്പയുടെ സംശയമോ അല്ലെങ്കിൽ നിപ്പയുടെ ആശങ്കയോ ഒഴിയുന്നില്ല എന്ന് വേണം ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് പറയാൻ. ഓക്കെ, ഷഹദ് റഹ്മാനാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. എന്ന് പറഞ്ഞാൽ നിപ്പ സംശയിക്കുന്ന 15 വയസ്സുകാരനാണ് ഈ പറഞ്ഞ ചെള്ളുപനി സ്ഥിരീകരിച്ചത്. പക്ഷേ അപ്പോഴും നിപ്പ ആശങ്ക തള്ളണമെങ്കിൽ പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ അന്തിമഫലം വൈകിട്ട് വരണം. നിപ്പ ആവാതിരിക്കട്ടെ.